പങ്കാളികളെ നമ്മളാണ്ട സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വെയിൽ സൂര്യൻ ഉദിച്ച് പൊങ്ങിയിട്ടുണ്ട്. അവിടെ കിണ്ണ സ്പോട്ടാണ് കിടക്കുന്നത്. കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട്. പോച്ചയൊക്കെ നമുക്ക് അടിച്ചാലും വലിയ പാടായിരിക്കും, കുരുങ്ങും. എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഞാനൊന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ, പങ്കാളി ഇല്ല. പങ്കാളി അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് പങ്കാളിന്ന് വന്നില്ല. അപ്പം അതിൻ്റേതായ ഒരു മ്ലാനത ഉണ്ട് നമുക്ക്. എന്തായാലും നമുക്ക് ഇതുവഴി ഇറങ്ങി അതുകൊണ്ട് ആ വരമ്പിലോട്ട് പോകണം. വേണ്ട, ഇതുവഴി വേണം ഇറങ്ങാൻ. ഇതുവഴി ഇറങ്ങി ഈ വരമ്പിൽ കൂടെ അങ്ങോട്ട് പോകണം. നമ്മൾ ഗംബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഉണ്ടോ. ഗംബൂട്ട് എന്തായാലും നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നത് റിസ്ക്കാണ്. ഓക്കെ, നമുക്ക് ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോകണം. ഓക്കെ, നോക്കാം, പതുക്കെ പോകാം. വലിയ ആഴമൊന്നുമില്ല, എങ്കിൽ പോലും സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. അത് എത്ര ആഴമുള്ളൂ. അപ്പോൾ ഈ പുല്ല് കിടക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം പോകാൻ. ഗംബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അതൊക്കെ കാസ്റ്റ് ചെയ്ത് പോവാം. അതുകൊണ്ട് ഈ കാട് പോലെ കിടക്കുമല്ല. ഇച്ചിരി വെള്ളം പറ്റിയാലേ ഇനി പശുവിനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി പോച്ചയൊക്കെ തിന്നൊന്ന് വൃത്തിയാകത്തുള്ളൂ. അല്ല പങ്കാളികളെ, വേണ്ട, നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലേ, ബ്രാവാണേ. ലക്കിഡിലും ഫ്രോഗാണ്. അന്യായ റിസൾട്ടാണ്. അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈറ്റ് ചെയ്യുന്ന മീനാണെങ്കിൽ നമ്മൾ ഹുക്കപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതൊക്കെ ആണെങ്കിൽ ഹുക്കപ്പ് കൊടുത്താൽ മതി. നല്ല സൈസ് സാധനമൊക്കെ ആണെങ്കിൽ ഹുക്കപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ട്രൈക്കിൽ തന്നെ ഹുക്കപ്പ് ആയിക്കോളും. അത്രയ്ക്ക് കിട്ടുന്ന സാധനമാണ്. അടിച്ചു മോനെ. ഇവിടെ സൈസ് ഒരു സാധനം നിൽപ്പുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് സ്ഥലം വിട്ടു. സ്ട്രൈക്ക് ഫിഷ് ഓൺ ആയിട്ടുണ്ട്. പങ്കാളീസിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇന്നേക്കണേ. ഓക്കെ, സ്ട്രൈക്ക് ഫിഷ് ഓൺ ആയിട്ടുണ്ടേ. എങ്ങനെയുണ്ട് നമ്മുടെ ബ്രാവോ? കിടിലല്ലേ? ഏത് സൈസും ഇങ്ങോട്ട് പൊക്കോളും.